നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 7ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ മുക്കുവനും ഭൂതവും. ഒരിക്കൽ ഒരിടത്ത് ഒരു വയസ്സൻ മുക്കുവനുണ്ടായിരുന്നു. ഭാര്യയും 3 മക്കളുമുള്ള അയാളുടെ കുടുംബം മിക്കവാറും പട്ടിണി തന്നെയായിരുന്നു. ദിവസവും 4 തവണ അയാൾ കടലിൽ വല വീശും. വല്ലതും കിട്ടിയാലും ഇല്ലെങ്കിലും 5ാമതൊരു വട്ടം കൂടി വല വീശുക എന്ന പതിവ് അയാൾക്കില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് മുക്കുവൻ കടൽ തീരത്തെത്തി. കൂട്ടം നിലത്ത് വെച്ച് വല വീശി. വല വെള്ളത്തിൽ താണു എന്ന് ഉറപ്പുവരുത്തിയിട്ട് മെല്ലെ വലിച്ചു കയറ്റി. നല്ല ഭാരം. കരയിലെ ഒരു കുറ്റി തറച്ച് വല അതിൽ ബന്ധിച്ചിട്ട് അയാൾ മെല്ലെ വെള്ളത്തിലിറങ്ങി വല മുകളിലേക്ക് കൊണ്ടുവന്നു. കഷ്ടം, ഒരു കഴുതയുടെ ശവമായിരുന്നു വലയിൽ കുടുങ്ങിയത്. അല്ലാഹുവിൻ്റെ നിശ്ചയം അങ്ങനെയാവാം, അയാൾ ആശ്വസിച്ചു. വല കഴുകി വൃത്തിയാക്കി ഒരു പ്രാർത്ഥനയോടെ അയാൾ വീണ്ടും കടലിൽ വീശി. വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ നേരത്തേതുപോലെ നല്ല ഭാരം. ഏതോ വലിയ മത്സ്യം കിട്ടിയത് തന്നെ. അയാൾ സന്തോഷിച്ചു. എന്നാൽ കിട്ടിയതോ വലിയൊരു മൺഭരണി. ഭരണി നിറയെ മണ്ണും ചെളിയും മാത്രം. വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ലല്ലോ. അയാൾ 3ാമതും വല വീശി. ഇപ്രാവശ്യം കിട്ടിയതോ കുറെ ഉടഞ്ഞ പാത്രങ്ങളും കുപ്പിച്ചില്ലുകളും മാത്രം. ദൈവമേ, ഞാൻ 4 തവണയേ വല വീശാറുള്ളൂ, ഇതാണ് അവസാനത്തേത് എന്ന് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മുക്കുവൻ വീണ്ടും തിരമാലകളിലേക്ക് വലയെറിഞ്ഞു. അല്പം കഴിഞ്ഞ് വല വലിച്ചു തുടങ്ങിയപ്പോൾ അത് അനങ്ങുന്നില്ലെന്ന് കണ്ട് കടലിനടിയിലെ പാറകളിൽ ഉടക്കിയതാകും അയാൾ വെള്ളത്തിൽ മുങ്ങി ഒരുവിധം വല പുറത്തു കൊണ്ടുവന്നു. വലിയൊരു ചെമ്പുകുടമാണ് വലയിലുണ്ടായിരുന്നത്. കേടുപാടുകളൊന്നുമില്ലാത്ത നല്ല കുടം. അതിൻ്റെ വായ് ഭദ്രമായി അടച്ച് മുദ്ര വച്ചിരുന്നു. നല്ല ചെമ്പാണ്, വിറ്റാൽ 10 ദിനാറെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്കുവൻ കുടം കുലുക്കി നോക്കി. നല്ല ഭാരമുണ്ടെങ്കിലും കുലുങ്ങുന്നില്ല. അകത്തു വല്ലതുമുണ്ടെങ്കിൽ എടുത്തു മാറ്റിയിട്ട് കുടം വിൽക്കാമെന്ന് കരുതി മുക്കുവൻ ഒരു കത്തിയെടുത്ത് കുടത്തിൻ്റെ അടപ്പ് തുറന്നു. കുടം ശൂന്യമായിരുന്നു. പക്ഷേ അതിൽ നിന്നും പുക ഉയരാൻ തുടങ്ങി. അയാൾ മിഴിച്ചു നിൽക്കെ പുക കട്ടിയായി ഒരു വൻ തൂണുപോലെ മേലോട്ടു പൊങ്ങി. അടുത്ത ക്ഷണം മാനം മുട്ടുന്ന ഭീമാകാരനായ ഭൂതമായി മാറി. കപ്പൽ പാമരം പോലുള്ള കാലുകളും ഗുഹ പോലത്തെ വായും പന്തം പോലെ തീപാറുന്ന കണ്ണുകളും കൊച്ചു പർവ്വതം പോലുള്ള തലയും ചപ്ര തലമുടിയും ഒക്കെയായി ഒരു ബീഭത്സ രൂപം പൂണ്ട ഭൂതത്തെ കണ്ട് മുക്കുവൻ പേടിച്ചു വിറച്ചു. ഭൂതത്തിൻ്റെ നോട്ടം മുക്കുവൻ്റെ മേൽ പതിച്ചു. ഭൂതം അയാളോട് പറഞ്ഞു, അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമില്ല. പ്രവാചകനായ സുലൈമാനെ, എന്നെ കൊല്ലരുത്. ഞാനിനി അങ്ങയെ ധിക്കരിക്കുകയില്ല. അപ്പോൾ മുക്കുവൻ ചോദിച്ചു, അല്ല, ഇതെന്ത് കഥ? സുലൈമാൻ മരിച്ചിട്ട് 1800 വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ലേ? താൻ ഇവിടെ ഈ കുടത്തിനകത്ത് എങ്ങനെ വന്നുപെട്ടു? ഭൂതത്തിൻ്റെ സ്വരം മാറി. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. മുക്കുവാനെ, നിനക്കൊരു സന്തോഷ വർത്തമാനം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെന്ത് വർത്തമാനം? നിന്റെ മരണം, ക്രൂരമായ മരണം, അതും ഈ നിമിഷം തന്നെ. അല്ലാഹു നിന്നോട് പൊറുക്കുകയില്ല. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടതോ? ഭൂതം കനിഞ്ഞില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഏത് രീതിയിലുള്ള മരണമാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പറ. പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതെനിക്കറിയണം. എൻ്റെ കഥ ഞാൻ പറയാം, അപ്പോൾ നിനക്ക് മനസ്സിലാകും നീ എന്താണ് തെറ്റ് ചെയ്തതെന്ന്. എന്നാൽ വേഗം പറഞ്ഞു തുലയ്ക്ക്, ഞാൻ പേടിച്ച് ചാകാറായി. അപ്പോൾ ഭൂതം പറഞ്ഞു, ഞാൻ ദാവൂദിൻ്റെ പുത്രനായ സുലൈമാനോട് പിണങ്ങി. സുലൈമാൻ്റെ മന്ത്രി എന്നെ പിടിച്ചു കെട്ടി തിരുമുമ്പിൽ ഹാജരാക്കി. അല്ലാഹുവിൽ വിശ്വസിക്കാൻ അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ വഴങ്ങിയില്ല. അപ്പോൾ അദ്ദേഹം എന്നെ കുടത്തിലടച്ചു മുദ്ര വെച്ചു.
സുലൈമാന്റെ ശിഷ്യനായ മറ്റൊരു ഭൂതം കുടത്തിനെ ആഴക്കടൽ കൊണ്ടിട്ടു. ആഴിക്കടിയിൽ 100 വർഷം കിടന്ന ഞാൻ എന്നെ മോചിപ്പിക്കുന്നവർക്ക് അളവറ്റ ധനം നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ആരും വന്നില്ല. 2-ാമത്തെ നൂറ്റാണ്ടിൽ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു. എന്നെ സ്വതന്ത്രനാക്കുന്നവന് ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നൽകും. 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആരും എന്നെ സഹായിച്ചില്ല. അപ്പോൾ ഞാൻ മറ്റൊരു പ്രതിജ്ഞ ചെയ്തു. എൻ്റെ വിടുതലിന് സഹായിക്കുന്ന ആളുടെ 3 ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും എന്നായിരുന്നു അത്. എന്നിട്ട് ഫലമില്ലാതായപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇനി എന്നെ തുറന്നു വിടുന്നവനെ കൊല്ലുമെന്ന് ഞാൻ സത്യം ചെയ്തു. നീയാണ് ആ ഭാഗ്യഹീനൻ. നിനക്ക് ഏത് രീതിയിലുള്ള മരണമാണ് സ്വീകാര്യമെന്ന് വേഗം പറഞ്ഞോളൂ. ദൈവമേ, ഇതെന്ത് പരീക്ഷണം! മുക്കുവൻ വിലപിച്ചു. ഭൂതത്താനെ, ഇതെന്ത് പ്രത്യുപകാരമാണ്! എന്നെ വെറുതെ വിട്ടാൽ നിന്നെ ദൈവം തുണയ്ക്കും. എന്നെ നീ കൊന്നാൽ നിന്നെ ദൈവം കൊന്നുകളയും. എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല. എൻ്റെ സത്യം എനിക്ക് പാലിച്ചേ തീരൂ. ഭൂതമേ, നിന്നിൽ കനിവിൻ്റെ ഒരു കണിയെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. മതി, കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. മരിക്കാൻ തയ്യാറായിക്കോ, ഭൂതം ഗർജിച്ചു. അപ്പോൾ മുക്കുവൻ വിചാരിച്ചു, ഞാനൊരു മനുഷ്യനും ഇയാൾ ഭൂതവുമാണല്ലോ. എങ്കിലും അല്ലാഹു എനിക്ക് തലച്ചോറ് തന്നിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ചു നോക്കാം. എന്നിട്ട് ഉറക്കെ ചോദിച്ചു, ഞാൻ മരിക്കണമെന്ന് തന്നെ നീ നിശ്ചയിച്ചോ? അതിൽ സംശയമില്ല, ഭൂതം പറഞ്ഞു. എങ്കിൽ അല്ലാഹുവിൻ്റെ പേരിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ ഒരു ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയണം. സത്യമായും പറയാം, മുക്കുവൻ ചോദിച്ചു. നിന്റെ കയ്യോ കാലോ പോലും തിരികെ കയറ്റാൻ പറ്റാത്ത ഈ കുടത്തിൽ ഇത്രയും വലിയ ശരീരം എങ്ങനെയാ ഒതുക്കിയെന്ന് പറയാമോ? എന്താ, എനിക്കതിന് കഴിവില്ലെന്നാണോ നിന്റെ വിചാരം? ഭൂതം അട്ടഹസിച്ചു. എനിക്ക് സംശയമാണ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ. ഈ സമയം സൂര്യൻ ഉദിച്ചു. നേരം പുലർന്നത് കണ്ട് ഷഹറസാദ് കഥ പറച്ചിൽ നിർത്തി. അന്നും രാത്രിയായപ്പോൾ ഷഹറസാദ് കഥ തുടർന്നു. മുക്കുവൻ പറഞ്ഞത് കേട്ട് ഭൂതം നിന്ന നിൽപ്പിൽ ഒന്നുലഞ്ഞു. ഉടനെ അതൊരു പുകപടലമായി. ആകാശം നിറഞ്ഞ പുക പെട്ടെന്ന് ചുരുങ്ങി കുടത്തിനകത്ത് പ്രവേശിച്ചു. മുക്കുവൻ വേഗം അടപ്പെടുത്ത് കുടത്തിന്റെ വായ ഭദ്രമായി അടച്ചു. ഇനി നിനക്ക് ഏത് രീതിയിലുള്ള മരണമാണ് വേണ്ടത്? അയാൾ ഭൂതത്തെ പരിഹസിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നെ കടലിൽ എറിഞ്ഞിട്ട് ഈ തീരത്തൊരു വീട് കെട്ടി പാർക്കും. കടലിൽ ഭൂതമുണ്ടെന്നും ആരും മീൻ പിടിക്കാൻ ഇറങ്ങരുതെന്നും നാട്ടുകാരോട് പറയും. ഭൂതം പുറത്തു വരാൻ ശ്രമിച്ചു. പ്രവാചകൻ സുലൈമാന്റെ മുദ്രയുള്ള അടപ്പായിരുന്നതുകൊണ്ട് കുടം തുറക്കാൻ സാധിച്ചില്ല. എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഭൂതം മയത്തിൽ ചോദിച്ചു. കടലിലിടാൻ പോകുന്നു. 1800 വർഷം നീ അവിടെ കിടന്നില്ലേ? ഇനി ലോക അവസാനം വരെ നിനക്ക് മോചനമില്ല. അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ അപേക്ഷിച്ചിട്ടും നീ ചെവിക്കൊണ്ടില്ലല്ലോ. കുടം തുറക്കും, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, ഭൂതം അപേക്ഷിച്ചു. വഞ്ചകൻ! യുനാൻ രാജാവിൻ്റെയും വൈദ്യന്റെയും കഥ കേട്ടിട്ടുള്ള ആരെങ്കിലും നിന്റെ വാക്ക് വിശ്വസിക്കുമോ? അതെന്തു കഥയാണ്? അവർക്കെന്തു പറ്റി? കുടത്തിനകത്തിരുന്ന ഭൂതം ചോദിച്ചു. യുനാൻ രാജാവിൻ്റെയും വൈദ്യന്റെയും കഥ പറയാൻ ഞാൻ വരാട്ടോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുക. ഓക്കെ.